സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാലൊക്കത്തില്ല. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളുടെ ചിന്തിക്കണം. ഒരാളുടെ ജീവിതത്തിലെ തത്വമാണ് ഈ 2 വരികളിൽ നമ്മൾ കേട്ടത്. ആ തത്വം പറഞ്ഞ മനുഷ്യൻ്റെ വീടിൻ്റെ ഗേറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതൊരിക്കലും പൂട്ടാറില്ല. ആ ഗേറ്റ് കടന്ന് ആർക്കും ഏത് സമയവും സേവനം തേടി ഇവിടെ എത്താം. 82-ാം വയസ്സിലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ ആതുര സേവന രംഗത്ത് സജീവമായി തുടരുന്ന ഒരു ഡോക്ടർ, ശാസ്താംകോട്ടയിലെ ഡോക്ടർ ഗോപാലകൃഷ്ണൻ. ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടാത്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റും പൂട്ടാറില്ല. ഏത് പാതിരാത്രിക്കും ആളുകൾക്ക് എത്തി അദ്ദേഹത്തോട് അസുഖം പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുവാൻ കഴിയും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഇപ്പോൾ വീട്ടിലെത്തിയാൽ അദ്ദേഹം തന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഇഞ്ചക്ഷൻ കിട്ടിയാൽ മാത്രമേ തങ്ങളുടെ രോഗം മാറൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് അവർ ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഒരു കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ശാസ്താംകോട്ട സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ രോഗിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു. 1 മാസമായി ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ. ആ ഘട്ടത്തിലാണ് ഗോപാലകൃഷ്ണൻ ഡോക്ടർ ശാസ്താംകോട്ടയിലെത്തുന്നത്. പ്രത്യേകിച്ച് നാടിനെ പറ്റി ഒന്നും പറയാനില്ല. അത് നമ്മളെങ്ങനെ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും അവർ തിരിച്ചിങ്ങോട്ട് പെരുമാറുന്നത്. നമ്മുടെ സ്വഭാവം ഒരാളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും അവരുടെ പെരുമാറ്റം. നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ തിരിച്ചും നന്നായിട്ട് തന്നെ പെരുമാറും. അങ്ങനെ ആലപ്പുഴ നെടുമുടിക്കാരനായ ഡോക്ടർ ശാസ്താംകോട്ടക്കാരനായി കഴിഞ്ഞ 25 കൊല്ലമായി ഇവിടെയുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം 64 വയസ്സുവരെ 24 മണിക്കൂർ സമയവും രോഗികൾക്കായി മാറ്റിവെച്ചിരുന്നു. ഇന്ന് 82-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ചെറിയ ഇടവേളകൾ ഡോക്ടർക്കും അനിവാര്യമാണ്. ഇവിടെ ബോർഡില്ല, പരസ്യമില്ല, ഒന്നുമില്ല. ഫീസിന്റെ കാര്യത്തിൽ ഒരു ഇതുമില്ല. ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതേ ഇല്ല. ഒരു വട്ടം വന്നാൽ മതി, പിന്നെ 3-4 പ്രാവശ്യം വന്നാൽ വാങ്ങിക്കത്തില്ല. വിശ്രമമില്ലാത്ത ഈ ശീലത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് മറുപടിയുണ്ട്. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആയുസ് നീണ്ടു കിട്ടത്തുള്ളൂ, മറവി രോഗം വരാതിരിക്കത്തുള്ളൂ, കൈവിറയൽ വരാതിരിക്കത്തുള്ളൂ, എഴുതിക്കൊണ്ടിരുന്നാലേ കൈവിറയൽ വരാതിരിക്കത്തുള്ളൂ. അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കൊരു പരിധി വരെ ഒക്കത്തുള്ളൂ. എല്ലായിടത്തും എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ഒക്കത്തില്ല, എങ്കിലും കുറച്ചധികം പേർക്ക് അത് സാധിക്കും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടം വരെ ചെയ്യാൻ സാധിക്കും. 2 പതിറ്റാണ്ടിലേറെയായി നാട്ടുകാരനായി നാട്ടുകാർക്കായി ഡോക്ടർ ജീവിതം തുടരുകയാണ്. ഈ അക്ഷരങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് ഈ നാട്ടിലെ പലർക്കും വലിയ ആശ്വാസമാണ്. വളരെ ചുരുക്കം സമയത്ത് മാത്രമേ ഇത് മറുപുറത്തേക്ക് ചാഞ്ഞു പോകാറുള്ളൂ. ഇപ്പോഴും ഇവിടെ ആളുകൾ കാത്തിരിക്കുകയാണ്. അതവർ വർഷങ്ങളായി ആർജിച്ചെടുത്ത ആ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഗമായിട്ടാണ്.